കാസർഗോഡുകാർക്ക് മാത്രം അവകാശപ്പെട്ട ചില വിഭവങ്ങളുണ്ട് കേട്ടോ. അതിൽ ഒന്നാണ് ഈ ഒരു മുട്ട പൊരിച്ചത്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ മുമ്പേ ചെയ്യാറുള്ള ഒരു മുട്ട പൊരിച്ചതാണ്. കാസർഗോഡുകാർ മാത്രമായിരിക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മുട്ട പൊരിച്ചത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് നിറച്ച് നല്ല ചൂടുള്ള ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ചോറ് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. ബാക്കിയുള്ളതൊക്കെ ക്രഷായി കിട്ടിയാൽ മതി കേട്ടോ. ചോറ് മാത്രമാണ് ഉടഞ്ഞ് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ചട്ടി ഒന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് ചൂടാവാനൊരിച്ചിരി സമയം എടുക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചോറൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മുട്ടയാണ്. 4 മുട്ടയാണ് കേട്ടോ ഈ ഒരളവിൽ ചേർത്ത് കൊടുക്കുന്ന. അപ്പോൾ ഇതിലോട്ട് ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടുള്ള ചോറ് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. എന്നാലേ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ചോറ് തന്നെ കടിക്കാൻ കിട്ടും പിന്നീട്. അപ്പോൾ ചോറ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഉടച്ച് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. മലപ്പുറത്തുനിന്ന് ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഞാൻ കാസർഗോഡൻ വിഭവങ്ങളൊക്കെ കുറേ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിന്. ഈ അടുത്ത് ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ ഈ ഒരു മുട്ട പൊരിച്ചത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എണ്ണ കുറച്ച് കൂടുതൽ തന്നെ ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം കുറക്കാം കേട്ടോ. ഫ്ലെയിം കുറച്ചിട്ട് ഈ ഒരു മുട്ട കൂട്ട് ഒഴിച്ച് കൊടുക്കുക. ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. എന്നാലേ നമുക്ക് ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ. ഇത് പൊരിച്ചെടുക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ഇപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മുകൾ ഭാഗം ചെറുതായിട്ട് അടിഭാഗം ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മുകൾ ഭാഗം കംപ്ലീറ്റ് കുക്കാകണമെന്നില്ല. നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇത് ഓക്കെ ആയിക്കോളും. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു ചട്ടി കുറച്ച് നല്ലോണം കുഴിയുമില്ല, അതുപോലെ നല്ലോണം പരന്നതുമല്ല. ഒരു പാകത്തിനുള്ള ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല കറക്റ്റ് ഇതിൽ കിട്ടിയിട്ടുണ്ട്. നല്ലോണം കുഴിയുള്ളതാണെങ്കിൽ നമുക്ക് നല്ലോണം കുറച്ച് സമയം എടുക്കും കേട്ടോ മുകൾ ഭാഗമൊക്കെ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മുട്ട പൊരിച്ചതാണ്. ഒരിക്കലെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ കഴിക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.